ഞാൻ ആദ്യം സ്റ്റാർ സിംഗറിലേക്ക് വരുമ്പോൾ ഞാൻ വന്നതിൻ്റെ പ്രധാന കാരണം വേറൊന്നുമല്ല, അന്നത്തെ അതിൻ്റെ പ്രൈസ് മണി 40 ലക്ഷം എന്തോ ആണ്. അപ്പോൾ 2007 40 ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു നല്ല പൈസയാണ്. ഞാനൊന്നും ഒരു 1-2 ലക്ഷം പോലും ചേർത്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ആർക്ക് കിട്ടും എന്നുള്ളത് അറിയാനുള്ള ഒരു ജിജ്ഞാസയാണ് എന്നെ അതിന് കൊണ്ടുവന്നത്. പിന്നെ നമ്മുടെ ശ്രീകണ്ഠൻ അണ്ണാച്ചി, അത് പറയാതിരിക്കാൻ വയ്യ, ശ്രീകണ്ഠൻ നായർ സാറാണ് എന്നെ ബലമായിട്ട് പിടിച്ച്, ആ അജയനും നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ അജയനും ഒക്കെ കൂടെ വന്നിട്ടാണ്. അല്ല, ഞാൻ അങ്ങനെ വന്നിരിക്കുന്നത് ഇവിടെ. പിന്നെ ഇത് നമ്മളെ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് ഇനി അഭിപ്രായം പറയാനുള്ള ഒരു അതുകൊണ്ടാണ്. അല്ലാതെ ഞാനൊരിക്കലും നമ്മളൊരു ഉസ്താദാന്ന് ഞാൻ വിചാരിക്കത്തില്ല. അത് ഭയങ്കര മണ്ടത്തരമാണ്. കാരണം നമ്മുടെ അതിൻ്റെയൊക്കെ മേലെ അതുക്കും മേലെ ആളുകളുണ്ട്, എത്രയോ ടാലൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് എന്തോ ഒരു ദൈവാധീനം കൊണ്ടാണ് ഇപ്പോൾ ശരത്ത് എന്ന് പറഞ്ഞിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നതും പിന്നെ രജനീഷ് ഇൻ്റർവ്യൂ ചെയ്യുന്നതൊക്കെ, അതൊക്കെ ഒരു ഭാഗ്യം. ഞാൻ ആദ്യം പറഞ്ഞ വരികളെന്ന് പറയുന്നത് അനുരാഗമൂലം കിനാവിൽ കിളി പാടുന്നത് അപരാധമാണോ എന്നുള്ളതാണ്. പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു ക്ഷണക്കത്തിൻ്റെ. ആ പാട്ടുകൾ നമ്മൾ ഇന്നും ആവർത്തിക്കുന്നുണ്ട്. ഒരു റിയാലിറ്റി ഷോ നടക്കുകയാണെങ്കിൽ ശരത് സാറിൻ്റെ പാട്ടുകളില്ലാതെ കടന്നു പോകില്ല. ഒരു റിയാലിറ്റി ഷോയ്ക്ക് മലയാളത്തിൽ കടന്നു പോകാൻ പറ്റില്ല. ആ തരത്തിലൊക്കെ ഉള്ള പാട്ടുകൾ ഇന്നും റൂളുണ്ട്. എൻ്റെ പാട്ട് പാടാതെ അലിഖിത നിയമമുണ്ട്. ഉണ്ട് സാറേ. ഇപ്പോൾ ശ്രീരാഗത്തിലെ വേർഷൻസ് പാടുന്നത്, കവർ സോങ് പാടുന്നവർക്കൊക്കെ ശ്രീരാഗം ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ സുധീർ ശ്രീരാഗത്തിന് പാരഡി ചെയ്തു. അല്ല, സുധീർ നന്നായിട്ട് പാടുന്ന മനുഷ്യനാണ്. എനിക്ക് കുറെ ഇഷ്ടപ്പെട്ടു സുധീറിന്റെ പല വീഡിയോയും കണ്ടപ്പോൾ. നല്ല ജ്ഞാനസ്ഥനാണ്. ആ ശ്രീരാജുമോൻ എന്ന പാരഡി കേട്ടിട്ടുണ്ടോ? പാരഡി ഞാൻ അത് കേട്ടിട്ടില്ല, കാരണം അതേ ഉള്ളു കേൾക്കാത്തതെന്ന് തോന്നുന്നു. സാധാരണ ഇതൊക്കെ എൻ്റെ മാനേജർ എന്നെ കേൾപ്പിക്കുന്ന എങ്ങനെയോ മിക്സ് ആയിട്ടുണ്ട്. ആക്രാന്തമോടെ തിന്നു ഞാൻ വയറിൻ്റെ ഉള്ളിൽ സ്പന്ദനം, ഇനി ജ്യൂസൊരൽപ്പം മോന്തിടാം ശ്രീരാജുമാ. സാർ, ഞാൻ ചോദിച്ചു വന്നത് അത്രയേറെ നല്ല പാട്ടുകൾ അതിനകത്ത് വന്നു പോയത് കൊണ്ടാണോ ശരിക്കും പിന്നീട് വന്ന അവസരങ്ങൾ? എനിക്ക് തോന്നുന്നു അതിനുശേഷം തുടരെ ഒരുപക്ഷെ അഡ്വാൻസ് പോലും കിട്ടിയിട്ടുണ്ട് 3-4 പടങ്ങൾക്ക്. എന്നിട്ട് അത് നടക്കാതെ പോയത് എന്തുകൊണ്ട്? എല്ലാം തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇല്ല, അത് ഞാൻ പറയുന്നില്ല, ഈ സിനിമ എന്ന് പറയുമ്പം ചില അന്ധവിശ്വാസങ്ങളുടെ ഒരു കൂമ്പാരമാണ്. കാര്യം ഒരു പടം ഹിറ്റാവുക എന്നുള്ളത് ഒന്നാമത് ആ പ്രൊഡ്യൂസറിന് നല്ല സമയമായിരിക്കണം, ഡയറക്ടറിനായിരിക്കണം, പിന്നെ എല്ലാം പല സംഭവങ്ങളും ഉണ്ട് അതിൽ. അപ്പോൾ അതിലൊരു പടം ഓടിയില്ലെങ്കിൽ പിന്നെ അത് ഉടനെ ചെയ്ത സംഗീത സംവിധായകന് രാശിയില്ലാത്തതാന്ന് പറയുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. കാര്യം ഞാൻ ചെയ്ത എല്ലാ പാട്ടുകളും ഹിറ്റാണ്. അപ്പോൾ രാശിയില്ലെങ്കിൽ അത് ഹിറ്റാവാതല്ലേ ഇരിക്കണ്ടേ. അതൊരു ബേസിക്കായിട്ടുള്ള ഒരു ബുദ്ധിയുള്ള ആൾക്ക് തോന്നേണ്ടതാണ്. അപ്പോൾ പടം എന്തുകൊണ്ട് ഹിറ്റായില്ലെന്നുള്ളത് പല എലിമെൻസും കാണും. നല്ല പടങ്ങൾ എത്രയോ പടങ്ങൾ ഓടാതിരുന്നിട്ടുണ്ട്, അല്ല പന്ന പടങ്ങൾ ഓടിയിട്ടില്ല. അപ്പോൾ അത് ജനങ്ങളുടെ ഒരു പൾസ്, അത് ആർക്കും ഇതുവരെ അറിഞ്ഞുകൂടാ. ദൈവം തമ്പുരാന് പോലും അത് അറിഞ്ഞുകൂടാ രജനീഷേ, അതേ ഒരു പടം എടുത്താൽ ഓടും എന്നുള്ളത്. അതൊരു തലയെഴുത്താണ് എല്ലാവർക്കും. സാർ, അതിൽ ആദ്യം ഹിറ്റാവുന്നത് ആകാശദീപം എന്നും ഉണരുമിടമായോ ആണ്. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ അതിനേക്കാളും സസ്റ്റൈനബിലിറ്റി ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നതാണ് മംഗളങ്ങളരുളും ഒരുപക്ഷെ അങ്ങനെ ഒരു പാട്ട് നമുക്ക് വേറെ ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യാണ്. ആ പാട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് സാറിൻ്റെ മനസ്സിലൊരു ഇതുണ്ടാവും, ഒരു വിഷൻ ഉണ്ടാവും. ഇത് എങ്ങനെയാണ് സാറ് കോമ്പോസിഷൻ ആയിരിക്കും നോക്കിയിട്ടുണ്ടാവുക, നല്ല രീതിയിൽ ചെയ്യണമെന്നായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ ഒരു നിലനിൽപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യുന്ന സമയത്ത്? ഒരു കോമ്പോസിഷൻ വാല്യൂ ഉള്ള ഒരു സൃഷ്ടി നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അതിലൊരു വല്ല പാട്ടുമായിട്ട് സാമ്യം ഉണ്ടായിരിക്കരുത്, അതെന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ ദൈവമേന്ന് ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. അപ്പോൾ അത് നല്ല പാട്ടുകളോ ചെയ്യുമ്പോൾ നല്ല പാട്ടുകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം, അങ്ങനെ അതിൻ്റെ പുറത്ത് ചെയ്താണ്. ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ക്ഷണക്കത്തെന്നുള്ള സിനിമയിലെ പ്രധാനമായിട്ടുള്ളതാണ്. ആ ഒരു വാച്ച് ഉണ്ട് അതിൽ, സമ്മാനിക്കുന്ന വാച്ചിൻ്റെ ഒരു മ്യൂസിക് ഉണ്ട്, ടം 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 ടം. അതാദ്യം ഉണ്ടാക്കിയിട്ട് അതിന് റെലവൻ്റായിട്ടാണ് ഞാൻ ഈ മംഗളങ്ങളരുളും പാട്ടുണ്ടാക്കിയത്. അങ്ങനെയാണ് മംഗളങ്ങളരുളും വരുന്നത്. ആരാഗവും അതിനകത്ത് ഹിറ്റാണ്, എല്ലാ പാട്ടും ഹിറ്റാണ്. എങ്കിലും ഞാൻ ഈ ആകാശദീപം എന്നും ഉണരുമിടമായോ ആണ് ആദ്യം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് അർത്ഥം നോക്കുന്ന സമയത്ത് കൈതപ്പത്തിൻ്റെ വരികളാണല്ലോ ആ സമയത്ത് കുഞ്ഞുറങ്ങുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം അത് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ ഡീകോഡിങ് ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ, അത് സാറിനോട് തന്നെ ചോദിക്കണം. പക്ഷേ ഞാൻ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ
മൊത്തത്തിൽ അത് എനിക്ക് അർത്ഥം അത് തന്നെയാണോ സാർ ഉദ്ദേശിക്കുന്നതെന്ന് തിരിഞ്ഞിട്ടില്ല. ശരി, അല്ല രജനീഷ് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊന്ന് പറയാം. എന്ന് വെച്ചാൽ ആകാശദീപം എന്ന് പറയുന്നത് സൂര്യൻ, അത് ആകാശദീപം എന്നും ഉണരുമിടമായോ, അതായത് ഭൂമി എത്തിയോ എന്നാണ് അവർ ചോദിക്കുന്നത്. താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ എന്ന് വെച്ചാൽ അതും അങ്ങനെ തന്നെയാണ്. കുഞ്ഞുറങ്ങുന്ന സ്ഥലം ഇവിടെയാണ്, കുഞ്ഞുറങ്ങുമിടം. കുഞ്ഞുറക്കം എന്ന് പറയുന്നത് സാർ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. മിന്നി മിന്നി കുഞ്ഞുറങ്ങുന്നതാണ്, ഇടയ്ക്കിടയ്ക്ക് മിന്നുന്നത് നമ്മൾ കുഞ്ഞുറക്കായിട്ട് സങ്കല്പിക്കുന്നു. അത് ഭയങ്കര ഭാവനയാണ്. പക്ഷേ ഇവിടെ എത്തിയോ എന്ന് ചോദിക്കുന്നത് അവരപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, അവർ സ്വർഗത്തിലായിരുന്നു. എന്ന് വെച്ചാൽ ആ സിറ്റുവേഷനിൽ അവർ സ്വർഗത്തിൽ പോയെന്ന് വെച്ചാൽ ആക്ച്വൽ സ്വർഗമല്ല, അവർ ഇന്നലെ നൈറ്റിൽ എങ്ങനെയായിരുന്നോ കഴിഞ്ഞിരുന്നത് അതിൻ്റെ ഹാങ് ഓവറിൽ വന്നിട്ടാണ് ചോദിക്കുന്നത്. പൂക്കളോടും ഇലകളോടും ഒക്കെ ചോദിക്കുന്നുണ്ട്, ശരിക്കും ആകാശദീപം ഉണരുന്ന ഇടമായോ, ഭൂമി എത്തിയോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അവർ നൈറ്റിൽ ഉണ്ടായിരുന്നത് മറ്റൊരവസ്ഥയിലായിരുന്നു, ഒരു പ്രേമത്തിൻ്റെ ഉന്മത്ത അവസ്ഥയിലായിരുന്നു. അത് തന്നെയാണോ ശരിക്കും അർത്ഥം ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും ഞാനിത് ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പം ആദ്യമായിട്ടാണ് പ്രേമത്തിൻ്റെ ഈ ഒരു ഉന്മത്ത അവസ്ഥ കേൾക്കുന്നത്. ഒരിക്കലും കൈതപ്ര അണ്ണാച്ചി ഇത് ആലോചിച്ച് കാണാൻ ഒരു ചാൻസുമില്ല. കാര്യം അദ്ദേഹം സ്ട്രെയിറ്റ് ആയിട്ട് എഴുതി പോയ ഒരു സംഗതി ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതൊക്കെയാലും പിന്നെ രജനീഷ് അണ്ണാച്ചിയെ കാണുമ്പോൾ ചോദിക്കും, ഞാനും ചോദിക്കാം, ഇങ്ങനെ ഒരു ഉന്മത്ത അവസ്ഥ അണ്ണാച്ചി കൊണ്ടായിട്ടുണ്ടോ അത് ചോദിക്കാം. സാർ ഇപ്പോൾ ഏറ്റവും രസമായിട്ട് സാർ രാഗം പാടിയിട്ട് ആണ് ചിലതൊക്കെ പാട്ടുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ സാറിൻ്റെ ചാനലിൽ തന്നെ രാഗം പാടിയിട്ട് ഒരു സിനിമാ പാട്ട് പാടിത്തരും. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. അതുകൊണ്ട് ചോദിക്കുക, ഈ മംഗളങ്ങൾ അരളിയില്ലേ, അതിൻ്റെ രാഗവും കൂടെ പാടിയിട്ട് സാറിനൊന്ന് ജസ്റ്റ്. ആ മംഗളങ്ങൾ അരളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് രാഗമൊന്നുമില്ല. ഞാനത് പിടിച്ചേക്കുന്ന ശ്രോതസ്വിനി എന്നൊരു രാഗമുണ്ട്. സ ഗ മ പ നീ സാനി പമഗ സ, ഇതാണ് ബേസ് വെച്ചത്. പക്ഷേ ഇതിൽ നിന്ന് വിട്ട് കൈവിട്ട് പോയി കോമ്പസിഷന്. ഇത് തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്കെയില് ശ്രോതസ്വിനി ആയിരുന്നു. പക്ഷേ അത് വലിയ പിന്നെ ചെറിയ ദൈവതം വന്നു, ചെറിയ നിഷാദം വന്നു, അപ്പോൾ എല്ലാം കൂടെ അങ്ങ് ആയി. അതൊരു കോമ്പസിഷൻ ഡിമാൻഡ് ചെയ്യുന്നതാണ്. അതിന് വരുമ്പോൾ അതിനെ അതിൻ്റെ വഴിക്ക് അങ്ങ് വിടുക, നമ്മൾ പിടിച്ച് നിർത്തരുത്. ഇപ്പോൾ ഒരു ചെമ്പൈ ഉത്സവത്തിന് പാടുന്ന ഒരു പാട്ട് ശരത്തെ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു രാഗം മനസ്സിൽ വെച്ച് അത് കൃത്യമായിട്ട് ആ രാഗത്തിൻ്റെ റൂട്ടിലൂടെ തന്നെ പോകണം. അവിടെ പോയിട്ട് വേറെ എന്തെങ്കിലും പാടിയാൽ ശരിയാകത്തില്ല. എന്നാൽ തന്നെ സിനിമ ആകുമ്പോൾ അതിനൊരു ചെറിയ വലിയ കട്ടിയല്ലാതെ, ഇപ്പോൾ ഉദാഹരണത്തിന് പ്രണതോസ്മി, ഗുരുവായൂരേശം ഉള്ളത് ഒരു സിനിമാ രീതികളെയാണത്. അപ്പോൾ അതുകൊണ്ടാണ് ജനങ്ങൾക്ക് അത്ര ഇഷ്ടമായത്. അപ്പോൾ അത് ചിലത് നമ്മൾ അങ്ങനെ പ്രയോഗിക്കേണ്ടി വരും. അപ്പോൾ അല്ലാത്തത് കോമ്പസിഷൻ ഇങ്ങോട്ട് വരുമ്പോൾ അതിനെ അങ്ങ് എടുക്കുക, അത്രേ ഉള്ളൂ. കാര്യം രാജാ സാറിൻ്റെ അടുത്ത് ഈ സമയത്ത് എനിക്ക് പറയണമെന്ന് തോന്നി. സാറിന് ഞാൻ പാടിയ ഒരു പാട്ട്, അപ്പം അദ്ദേഹം അതിൻ്റെ ലിറിക്ക് കൈ കിട്ടിയിട്ട് അങ്ങനെ തന്നെ അങ്ങ് പാടി, കിട്ടിയതേ ഉള്ളൂ. ഒന്ന് വായിച്ചു പോലും നോക്കിയില്ല. ഇത് നേരത്തെ പണ്ടങ്ങാണ്ട് പാടി വെച്ചിരുന്ന ഒരു പാട്ട് കൈ കിട്ടിയതുപോലെ പാടി. ഞാനിങ്ങനെ കേട്ടിട്ട് അന്തപ്പെട്ടിരിക്കുക. ഞാൻ ചോദിച്ചു സാറിൻ്റെ അടുത്ത്, സാർ ഇത് എങ്ങനെ ഇത് ഞാനല്ല ചെയ്യുന്നത്, ഇതൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് മേളിൽ വെച്ചിട്ടുണ്ട്, എന്നെ ഒരു ടൂളായിട്ട് ദൈവം ഉപയോഗിക്കുമെന്ന്. ഞാൻ പറഞ്ഞു ചിലപ്പോൾ അതൊക്കെ ശരിയായിരിക്കും, ഞങ്ങൾക്ക് സാറാണ് ദൈവം എന്ന്. ഞാൻ കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ്. നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നതല്ലേ ഇത്, നമ്മൾ കോപ്പി അടിക്കാനോ ഒന്നും അല്ലല്ലോ, നമുക്ക് തോന്നുന്നതാണ്. എനിക്ക് എൻ്റെ ഹാർമോണിയത്തിൽ കൈ വയ്ക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് മ്യൂസിക്കലായിട്ട് പുറത്തു വരുന്നത്. അപ്പോൾ അതിനെന്താണ് അതിൻ്റെ ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ ആ വഴിക്കങ്ങ് വിട്ടേക്കുക, അതേ ഉള്ളൂ. അല്ലാതെ അതിനകത്തൊരു ബസ്സിൽ പിടിച്ച് അത് വേണ്ട ഇതിങ്ങോട്ട് അതിൻ്റെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. വന്നോട്ടെ, ഇപ്പോൾ എക്സ്ട്രാ നോട്ട്സ് എന്തെങ്കിലും വന്നാൽ അത് സുഖമാണെങ്കിൽ അത്രേ ഉള്ളൂ. പക്ഷേ MG ശ്രീകുമാർ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഗാനമേളകൾക്ക് ഇത് പാടുമ്പോൾ തെറ്റിപ്പോവാൻ സാധ്യത, ഒന്നെങ്കിൽ ഓർക്കസ്ട്ര തെറ്റിക്കും. ഇപ്പോൾ വാലിന്മേൽ വിഷയം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒന്ന് കുറച്ച് പിടിക്കാൻ പറ്റുമെന്ന് ഓർക്കസ്ട്രക്കാരൊക്കെ ശരത് സാറിനോട് റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ ലൈറ്റ് ആക്കിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കൂടെ പാടാമായിരുന്നു എന്ന് പറയില്ലേ? അപ്പോൾ സാറിന് എന്താ തോന്നുന്നു? ഇല്ല, അത് പലരും ഇത് രജനീഷ് പറഞ്ഞൊരു വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പല ഓർക്കസ്ട്ര അവരാണ് എനിക്ക് എന്താ പറയണ്ടത്, എൻ്റെ നെഞ്ചിനോട് അടുത്ത് നിൽക്കുന്നത്. നമുക്ക് എത്ര വലിയ കമ്പോസറാണെങ്കിലും അത്രയും നല്ല പ്ലെയേഴ്സ് ഇല്ലെങ്കിൽ അത് കേൾപ്പിക്കണ്ടേ?